ഇതിപ്പോ കുംഭമാസത്തിൽ നട്ട ചേമ്പാണ്. അപ്പൊ ചേമ്പിന് ഇപ്പൊ നമ്മ ഒരു വളം കൊടുക്കേണ്ടൊക്കെ ടൈമായി. അപ്പൊ നമ്മിപ്പോ നട്ട സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ചേമ്പിന് അങ്ങനെ യാതൊരു വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ കരിയിലകളും പറമ്പില മണ്ണും അതേപോലെ തന്നെ ജൈവ വളങ്ങളും ഒക്കെ പറമ്പിൽ കിടന്നിരുന്ന വളങ്ങള് ചാരമൊക്കെ മാത്രം ഇട്ട് നമ്മ നട്ടു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു വളവും നമ്മ അടിവളവും ഇട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചാക്കിലാണ് ഈ ചേമ്പ് നട്ടേക്കണത്. ചാക്കി നട്ടാലുള്ള ഗുണമെന്ന് വെച്ചാൽ വിളവെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇഷ്ടംപോലെ ചേമ്പ് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇതൊരു ഹൈബ്രിഡ് തരം ചേമ്പാണ് ട്ടാ. ഇഷ്ടം പോലെ ഉണ്ടാവണ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ചേമ്പ് നട്ടാൽ നമുക്ക് അതിന്റെ താളും നമുക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കാലോ. അപ്പൊ നമ്മിപ്പൊ ഇതിന് മഴ വരാനൊക്കെ പോകുകയുള്ള മഴ വന്നേക്കും മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചേമ്പ് നമുക്ക് വരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ശീമക്കൊന്നയുടെ ഇലയും ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി. അതൊരു 5 ദിവസമായിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പൊ വളം കൊടുക്കണതിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കാം.